Draw an internal tangent common to two circles of diameter 40 mm and 20 mm whose center are 50 mm apart. അതായത് രണ്ട് സർക്കിൾ വരക്കണം. 40 mm 20 mm ഡയമീറ്ററുള്ള രണ്ട് സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 mm. ഫസ്റ്റ് ഒരു സെൻട്രൽ ലൈൻ വരക്കുക. ആ സെൻട്രൽ ലൈനിൽ 40 mm ഡയമീറ്റർ വരുന്ന 20 mm റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. 20 mm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരക്കുക. ഒരു പോയിന്റ് എടുത്തു. 20 mm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് 50 mm മാറി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. 50 mm ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ആ 50 mm സെൻറ്ററായി 20 mm ഡയമീറ്റർ വരുന്ന, അതായത് 10 mm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരക്കുക. റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരച്ചു. ഇനി ഈ സെൻട്രൽ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരക്കുക. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിന് പേര് കൊടുക്കുക. അതായത് ഇത് O1, ഇത് O2. അടുത്തതായി O1 സെൻറ്ററായി ഒരു സർക്കിൾ വരക്കണം. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ്, അതായത് 20 mm പ്ലസ് ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 mm 30 mm. ഇത് ഇൻറ്റേർണൽ ടാൻജൻ്റ് ആയതുകൊണ്ടാണ് 20 mm പ്ലസ് 10 mm വന്നത്. ഇനി എക്സ്റ്റേർണൽ ടാൻജൻ്റ് ആണെങ്കിൽ 20 mm മൈനസ് 10 mm വരും. എക്സ്റ്റേർണൽ ടാൻജൻറ്റിന് മൈനസും ഇൻറ്റേർണൽ ടാൻജൻറ്റിന് പ്ലസും. ഇനി 30 mm റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. O1 സെൻറ്ററായി കോമ്പസിൽ 30 mm എടുക്കുക. O1 സെൻറ്ററായി ഒരു സർക്കിൾ വരക്കുക. ഇനി O1 O2 എന്ന ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുക. O2 സെൻറ്ററായി ഒരു ആർക്ക് വരച്ചു. ഇനി O1 സെൻറ്ററായി ആർക്ക് വരച്ചു. ബൈസെക്റ്റ് ചെയ്ത് കിട്ടുന്ന പോയിന്റിനെ O എന്ന് രേഖപ്പെടുത്തുക. O1 റേഡിയസിൽ O സെൻറ്ററായി ഒരു സർക്കിൾ വരക്കുക. O1 റേഡിയസിൽ O സെൻറ്ററായി ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിള് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് P എന്നും ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് P' എന്നും പേര് കൊടുത്തു. O1 നിന്ന് P' Pയിലേക്കും ജോയിൻ ചെയ്യുക. P' ജോയിൻ ചെയ്തു. Pയിലേക്കും ജോയിൻ ചെയ്യുക. അതേപോലെ O2 നിന്ന് Pയിലേക്കും P' ജോയിൻ ചെയ്യുക. O2 നിന്ന് Pയിലേക്ക് ജോയിൻ ചെയ്തു. P' ജോയിൻ ചെയ്തു. ഇനി ഈ P2ന് പാരലലായി ഈ പോയിന്റിൽ കൂടി ഒരു ടാൻജൻറ്റ് വരക്കണം.
സ്ക്വയറിൽ ഇതിന് സമാന്തരമായിട്ട് വെച്ചു. ഈ പോയിൻ്റ് വരുന്ന രീതിയിൽ എടുത്തു. ഇതിൽ പാരലായിട്ട് ലൈൻ വരച്ചു. ആ ലൈൻ നീട്ടി വരച്ചു. അതേപോലെ ഈ സൈഡിലും വരക്കുക. സമാന്തരമായി എടുത്തു. ഈ പോയിൻ്റ് മുട്ടുന്ന പോയിന്റിൽ കൂടി ഇനി ടാൻജൻറ്റ് വരച്ചു. ഈ ടാൻജൻറ്റ് ഈ പോയിന്റിനെ ക്യൂ എന്നും ഈ പോയിന്റിനെ ടി എന്നും ഈ പോയിന്റിനെ ആർ എന്നും ഈ പോയിന്റിനെ എസ് എന്നും രേഖപ്പെടുത്തുക. ടി ആർ എസ്. ഇനി ഡയമെൻഷൻ ചെയ്യുക. ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 30, ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 20. ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് R20, ഇത് R30. വലിയ സർക്കിളിൻ്റെ റേഡിയസ്. രണ്ട് സെൻറ്റർ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻറ്റർ പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 mm. ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 mm. R10.